ഉലുവയില വെച്ച് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഇല മാത്രമായിട്ടെടുത്ത് അരിഞ്ഞെടുത്തതാണ്, വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അജ്വൈനാണ്, അതായത് അയമോദകം. അതൊരു 2 നുള്ളുണ്ട്. അതൊരു നല്ലൊരു ഫ്ലേവറിനും വയറിനും നല്ലതാണ്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു സോഫ്റ്റ്നെസ്സിനും ക്രിസ്പിനെസ്സിനും എല്ലാം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആട്ട വെച്ച് മാത്രമാണെങ്കിലും ചെയ്തു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് അല്പാൽപമായിട്ട് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് നന്നായി കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തതിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിരുന്നു. വളരെ സോഫ്റ്റായിട്ടുള്ളതുമല്ല, എന്നാൽ ഒത്തിരി ഹാർഡായിട്ടുമുള്ളതുമല്ലാത്ത രീതിയിലുള്ള ഒരു ഡവാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പൂരി ഏത് വലുപ്പത്തിനാണോ വേണ്ടത് ആ രീതിയിലേക്ക് നമുക്കിതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ വളരെ ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പൂരിയുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനെല്ലാം ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് അല്പം ആട്ടയോ അല്ലെങ്കിൽ മൈദയോ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. വളരെ തിന്നായി പരത്തുന്നതിൽ നല്ലത് ചെറിയ ഒരു കട്ടിക്ക് പരത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പരത്തിയെടുത്തതിന് ശേഷം അതിലുള്ള അധികമുള്ള പൊടിയെല്ലാം നമുക്കൊന്ന് തട്ടിക്കളയാം. ഇല്ല എന്നുണ്ടെങ്കിൽ വറുത്തെടുക്കുമ്പോൾ ആ പൊടിയെല്ലാം കരിഞ്ഞ് അത് ആ എണ്ണയിൽ കിടക്കും. ഇനി എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായിട്ടില്ല, ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം താത്തി വെച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നന്നായി പൊങ്ങി വരിക. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പൂരി നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ രീതിയിൽ എല്ലാ പൂരികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്